കൊച്ചിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പുതുവൈപ്പ് ബീച്ച്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ് വന്നുപോകുന്നത്. കഴിഞ്ഞ വർഷം പുതുവൈപ്പ് ബീച്ചിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചിരുന്നു. അപകടങ്ങൾ തുടർക്കഥയായിട്ടും പുതുവൈപ്പിൽ ലൈഫ് ഗാർഡോ സുരക്ഷാ സംവിധാനങ്ങളോ ഇല്ല. അലി അക്ബർ ഷായുടെ റിപ്പോർട്ട് കാണാം. കൊച്ചിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് പുതുവൈപ്പ് ബീച്ച്. എനിക്ക് പിന്നിൽ കാണാം, ഇപ്പോൾ ഈ സമയത്ത് തന്നെ നിരവധി ആളുകൾ ഈ ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇവിടെ ഇപ്പോഴും ഒരു സേഫ്റ്റി ഗാർഡ് ഇല്ല, ഒരു ലൈഫ് ഗാർഡ് ഇല്ല എന്നുള്ളതാണ്. എത്രയോ തവണ ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ പ്രദേശത്ത് വന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്, ഇവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, ഇവിടെ ഒരു ലൈഫ് ഗാർഡ് വേണം, ഇല്ല എങ്കിൽ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കുമെന്ന്. പല ആവർത്തി ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടും ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്തും ഇവിടെ ഒരു ലൈഫ് ഗാർഡ് ഇല്ല. നമുക്ക് കാണാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നെല്ലാം സ്കൂളുകളിൽ നിന്നും ടൂർ വരുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഫാമിലിയായി വരുന്ന ആളുകൾ, അങ്ങനെ നിരവധി ആളുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ എപ്പോഴും വരുന്ന ആൾക്കൂട്ടം എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബീച്ചാണ് ഈ പറയുന്ന പുതുവൈപ്പ് ബീച്ച്. തൊട്ടടുത്തുള്ള ബീച്ചുകളിലേക്ക് നോക്കിയാലും സാഹചര്യം വ്യത്യസ്തമല്ല. വളപ്പ് ബീച്ചിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ഇപ്പോഴും ഒരു ലൈഫ് ഗാർഡ് ഇല്ല. ഇവിടെ കഴിഞ്ഞ വർഷമാണ് ഇവിടെ കുളിക്കാനെത്തിയ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുകയും 3 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തത്. അവിടെ നിന്നും അധികം ദൂരെ അല്ലാതെ ഒരു 5 വർഷത്തിനിടയിലാണ് മറ്റൊരു അപകടം ഉണ്ടായി. അവിടെയും 3ഓളം വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ചേട്ടാ, സത്യത്തിൽ നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷവും അപകടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സേഫ്റ്റി എത്രത്തോളം ഉണ്ട്? ഈവനിങ്ങിൽ ഇവിടെ ലൈഫ് ഗാർഡ് ഉള്ളത് നല്ലതാണ്. ഈ മോർണിംഗിൽ ഇവിടെ ഒരു 3-4 ക്ലബ്ബുകളുണ്ട്. ബീച്ച് ക്ലബ്ബ് ഉണ്ട്, ഡോൾഫിൻ ക്ലബ്ബ് ഉണ്ട്, പിന്നെ മാസ്റ്റേഴ്സ് ക്ലബ്ബ് ഉണ്ട്. അവരെ നിയന്ത്രിച്ചോളൂ. ഈ അപകടങ്ങൾ ഏതെങ്കിലും ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തുണ്ടായിട്ടുണ്ടോ? ഞാൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ രക്ഷപ്പെടുത്തും, അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ആളുകളെ കാലത്ത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത കൂടി ഇല്ല, ഇവിടെ അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുത്താന്ന് പറഞ്ഞാൽ സാധ്യമല്ല അല്ലെ? അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കപ്പൽ ചാലൊക്കെയാണല്ലോ. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കും രക്ഷപ്പെടുത്തുന്ന ഒരു പരിധി ഉണ്ടല്ലോ. പിന്നെ സിറ്റിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ബീച്ചാണിത്. ഏറ്റവും കൂടുതൽ പരിചയമില്ലാത്ത ആൾക്കാരാണ് ഇവിടെ വന്നത്. അപ്പൊ ഈ പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോഴാണ് പ്രശ്നം. അപ്പൊ ഇത്രയും അപകടങ്ങൾ ഇവിടെ ആവർത്തിച്ചു, എന്നിട്ടും നമ്മൾ പലയാവർത്തി പറഞ്ഞു ലൈഫ് ഗാർഡ് വേണം, സേഫ്റ്റി വേണം, ഒരു നടപടി ഉണ്ടാകുന്നില്ല. നടപടി ഉണ്ടാകുന്ന ചില വൈപ്പ് എന്ന് പറഞ്ഞാൽ 28 കിലോമീറ്ററോളം ഉണ്ട്. ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള ഒരു ഏരിയ കൂടിയാണ്. ബീച്ചുകളിലെല്ലാം തന്നെ നമുക്ക് പോലീസിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഇത് ഇപ്പൊ കാണുന്നവർ തന്നെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഇവർക്ക് കടലിന്റെ സ്വഭാവം ഒന്നും അറിയില്ല. അപ്പൊ എല്ലായിടത്തും അത്യാവശ്യം നമുക്കൊരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റിയ കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. തീർച്ചയായും കേരളത്തിലെ ടൂറിസം മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് വളരെ മികച്ച രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന, മികച്ച അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മുൻകാലങ്ങളിലെ അപേക്ഷിച്ച് ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കൊച്ചിയുടെ തീരദേശ മേഖലകളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഈ ഭാഗത്ത് ലൈഫ് ഗാർഡ് സംവിധാനം ഒരുക്കണം, മറ്റെല്ലാ വിധത്തിലുമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. അപ്പോൾ അവിടെ സൗകര്യങ്ങൾ കൂട്ടണം, അതാണ് അലി അക്ബർ ഷാ ഇപ്പോൾ അവിടെ എത്തി കാണിച്ചു തന്നത്.